أكبر ولله الحمد لا إله إلا യാഗസ്മരണയിൽ ഇന്ന് ബലിപെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരം. ആഘോഷ നിറവിൽ വിശ്വാസികൾ. ഇന്ത്യ മുന്നണിയെ പിന്തുണ അറിയിച്ച് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു. ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ചരിത്രത്തെ കാവ്യവത്കരിക്കരുതെന്നും ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ഇമാം. മണിപ്പൂരും രാമക്ഷേത്രവും ബാബറി മസ്ജിദും പരാമർശിച്ച് പാളയം ഇമാമിന്റെ ബലിപെരുന്നാൾ സന്ദേശം. മൂന്നാർ ഗ്യാപ്പ് കാറിൽ വീണ്ടും അപകടയാത്ര. കാറിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അപകടയാത്ര. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ. രണ്ടാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുന്നു. മണ്ഡലങ്ങളിലെ പാർട്ടി വോട്ട് ചോർച്ച പഠിക്കാൻ അന്വേഷണ കമ്മീഷൻ വന്നേക്കും. തെറ്റുതിരുത്താൻ മാർഗരേഖ തയ്യാറാക്കാനും ആലോചന. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 4 മലയാളികളുടെ സംസ്കാരം ഇന്ന്. പത്തനംതിട്ട സ്വദേശികളായ സജു വർഗീസിന്റെയും സിബിൻ എബ്രഹാമിന്റെയും സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം. നിരണം സ്വദേശി മാത്യു തോമസിന്റെയും പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെയും സംസ്കാരവും ഇന്ന്. യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. സെർബിയയെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത ഒരു ഗോളിന്. ഇംഗ്ലണ്ടിന്റെ വിജയശില്പിയായത് ജൂഡ് ബെല്ലിംഗ്ഹാം. സ്ലൊവേനിയ ഡെൻമാർക്ക് മത്സരം സമനിലയിൽ.